വിശിഷ്യ മർക്കസ് ദഅവയിലെ സഹോദരങ്ങളോട് അവരോടുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രം പാരത്രികമായ ലോകത്ത് പരാജയപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രം ചില ചോദ്യങ്ങൾ സാന്ദർഭികമായി ചോദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ്. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് പ്രത്യേകമായി ഓർക്കുക. തീർച്ചയായും ഇവർ ചെയ്യുന്നത് നിഷേധം തന്നെയാണ്, നിരൂപണമല്ല. നിരൂപണമെന്ന് പേര് പറയുന്നു, പക്ഷേ നിരൂപണത്തിൻ്റെ മറവിൽ നിഷേധമാണ്. ഈ നിരൂപണമാണെങ്കിലോ അതിനും ഇവർക്ക് വകുപ്പില്ല. കാരണം നിരൂപണം ചെയ്യാനുള്ള നിരൂപണത്തിന് അർഹത ഇല്ല. അതുകൊണ്ട് നിരൂപണം ചെയ്താലും അതും സ്വീകാര്യമല്ല. ഹദീസ് നിരൂപണം എന്നത് ആർക്കും ചെയ്യാവുന്ന പണിയല്ല. ഏത് വിഷയത്തിനുമുണ്ടല്ലോ അതിൻ്റെ അഹ്ലുകാർ. രോഗം വന്നാൽ എവിടെയാ പോവുക? ഡോക്ടറെ കാണാൻ. MBBS പാസ്സാവാത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾ പരിശോധിക്കാൻ തുടങ്ങിയിറങ്ങി ക്ലിനിക് എന്ന ബോർഡും വെച്ചിരുന്നാൽ എന്താ നമ്മൾ ചെയ്യുക? അയാൾ പറയാ, പരിശോധിക്കാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ചികിത്സിക്കാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഞാൻ കുറെ പുസ്തകം വായിച്ച ആളാണ്, എൻ്റെ വാപ്പ ചികിത്സാലിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ഏതിനുമുണ്ട് അതിൻ്റെതായ ആളുകൾ. ഏതു ഭാഗത്ത് ചികിത്സിക്കണമോ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് അയാൾ പാസ്സാകേണ്ടതുണ്ട്. വാഹനം കേടുന്നാൽ അത് പ്രഗത്ഭനായ വലിയ പ്രശസ്തനായ ഡോക്ടറെയാണോ ചെന്ന് കാണുക? അല്ല, അത് നേരെ പോലെ വർക്ക്ഷോപ്പിലേക്കാണ്. ഓരോന്നിനുമുണ്ട് ഓരോ അഹ്ലുകാർ. എങ്കിൽ ഹദീസ് നിരൂപണം ചെയ്യേണ്ടത് മുഹദ്ദിസുകളാണ്, ഹദീസ് പണ്ഡിതന്മാരാണ്, ആ രംഗത്ത് കഴിവുള്ളവരാണ്. അതല്ലാതെ നമ്മളാരെങ്കിലും ഒരാളെ കയറിയിട്ട് ചെയ്യേണ്ട പണിയല്ല ഹദീസ് നിരൂപണം എന്നത്. അത് നിരൂപണം നടത്തിയാൽ അതും സ്വീകാര്യമല്ല. എന്നാലോ നിരൂപണത്തിൻ്റെ മറവിൽ നിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാൻ വ്യക്തമാക്കാം. ഒരു 3-4 ഹദീസ് ഇവർ നിഷേധിക്കുക ഞാൻ കാണിക്കാം. ഒന്നാമതായി വ്യക്തമായി ഇവർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ധാരാളം സ്ഥലത്ത് ആവർത്തിച്ചു നിഷേധിച്ച ഒരു ഹദീസാണ് അമ്പിയാക്കളുടെ ശരീരം അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കി എന്ന ഹദീസ്. അമ്പിയാക്കളുടെ ശരീരം ഭക്ഷിക്കൽ അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. മുസ്ലിം ലോകം അംഗീകരിച്ചു പോന്ന, എല്ലാവരും സ്വീകരിച്ചു പോന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹി മറ്റും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് നിഷേധിച്ചുകൊണ്ട് എത്ര പ്രസംഗമാണ് മർക്കസ് ദഅവയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ പ്രസംഗിച്ചത്. ശബാബിൽ എത്ര തവണയാണ് ലേഖനമായി വന്നത്. ഒരു ലേഖനം ഞാൻ വായിക്കാം. ഖബറിലെ ശിക്ഷ ശാരീരികമോ ആത്മീയമോ എന്ന പേരിൽ 2014 ഏപ്രിൽ 11 ഇറങ്ങിയ ശബാബിൽ ലേഖനമുണ്ട്. ആ ലേഖനത്തിന് പറയുകയാണ്, മരണപ്പെട്ടു പോയവരുടെ ശരീരങ്ങൾ ഭൂമിയിൽ ലയിച്ചു ചേരുമെന്നും മണ്ണായി തീരുമെന്നും എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നതും ഖുർആനിൽ പരന്നു കിടക്കുന്നതുമായ യാഥാർത്ഥ്യമാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവനും ആത്മാവുമില്ലാത്ത ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കോ ഇല്ലെന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യങ്ങൾക്കും വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങൾക്കും വിരുദ്ധമാണ്. ഈ ഹദീസ് ഖുർആനിലെ ഒരുപാട് ആയത്തിനെതിരാണ് എന്നാണ്. എന്നിട്ട് ആയത്ത് അങ്ങനെ കൊടുക്കുക. ഏതായത്ത്? ഒന്ന്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും, മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചു, മണ്ണിലേക്ക് നാം മടക്കുമെന്ന് അല്ലാഹ് പറയുന്നു. അപ്പം നുരുമ്പൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയത്തിനെതിരായില്ലേ എന്നാ പിന്നെ മണ്ണുക്ക് പോകാത്ത ഒരൊറ്റ മയ്യത്തില്ല എന്ന് ഇവർ പറയേണ്ടി വരും. കത്തിക്കഴിഞ്ഞൊരു മയ്യത്തില്ലാതായി പോയി വാർത്ത പേപ്പറിൽ കണ്ടാൽ ഖുർആനെതിരാണ്. അങ്ങനെ സംഭവിക്കൂല. ബഹിരാകാശത്ത് പോയി പൊട്ടിത്തെറിച്ച് കത്തിക്കഴിഞ്ഞ് മരിച്ചുപോയ മനുഷ്യന്മാരുണ്ട്. അംഗീകരിക്കൂല. എന്താ മിൻഹാ ഖലഖ്നാകും എന്ന് പറയൂ? ഈ ഹദീസിന് മാത്രമാണോ ഈ നിയമമുള്ളത്? കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു, എല്ലാം നശിക്കും അല്ലാഹുവിന്റെ വജ്ഹ് ഒഴികെ എന്ന ആയത്താ മറ്റൊന്ന് കൊടുത്തത്. കുല്ലു മൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ളെല്ലാം നശിക്കും അല്ലാഹ് ബാക്കിയാകും എന്ന ആയത്താ വേറൊന്ന് കൊടുത്തത്. ഈ ആയത്തൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് ഈ ഹദീസ് ഈ ആയത്തിനെല്ലാം എതിരാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല എന്നാണ്. ആരാ സഹോദരങ്ങൾ പഠിപ്പിച്ചത്? ഇത് നിരൂപണമാണോ? നിരൂപണമാണ്, അല്ല, പച്ചയായ നിഷേധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെന്ന് ബോധ്യമുള്ള 1400 കൊല്ലം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോന്ന ഒരു ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹാണ് എന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെ കേവല യുക്തി വെച്ചുകൊണ്ടാണ് ഇവിടെ നിഷേധിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും മുഫസ്സിലുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞോ ഈ ആയത്തിനെതിരായ ഒരു ഹദീസ് ഉണ്ട്, അത് സ്വീകാര്യമല്ല എന്ന്? ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞോ ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. മുഅ്തസിലിയാക്കൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മുഅ്തസിലിയാക്കൾ ഇസ്ലാം എന്ന് പിഴച്ചുപോയ, അഹ്ലുസുന്നയെ പിഴച്ചുപോയ മുഅ്തസിലിയ വിഭാഗം പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അഹ്ലുസുന്ന പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ഈ ഹദീസിന് നിങ്ങൾ ശബാബിൽ എഴുതിയ ഈ ന്യായങ്ങൾ നിരത്തി ഈ ഹദീസിനെ വിമർശിച്ച
അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ നിഷേധിച്ച ഒരു പണ്ഡിതനെയെങ്കിലും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് കാണിക്കാമോ എന്നാണ്. ഒരൊറ്റ പണ്ഡിതനെയെങ്കിലും ഈ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഖുർആനെതിരാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇതിനെ തള്ളിയ നിഷേധിച്ച ഒരു പണ്ഡിതനെങ്കിലും കാണിക്കാമോ എന്ന രണ്ടാമത്തെ ചോദ്യം ഉത്തരം കിട്ടേണ്ടതുണ്ട്. അല്ലാതെ നിഷേധവുമായി നടക്കുകയും നിരൂപണമാണ് എന്ന് ന്യായം പറഞ്ഞു പോവുകയും ചെയ്താൽ പറ്റില്ല. മറ്റൊരു ഉദാഹരണം നോക്കാം. അജബാക്കാരൊക്കെ ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന വിഷയമാണ്. ഒരു ദിവസം രാവിലെ 7 അജബ കഴിച്ചാൽ അവന് വിഷമേൽക്കുകയില്ല, സിഹ്റുമേൽക്കുകയില്ല എന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ്. തർക്കമില്ലാത്ത വിധം അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഒരാൾ പോലും ഹദീസിനെ കുറിച്ച് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ ഒരു വിമർശനം പോലും പറഞ്ഞിട്ടില്ല, ഒരു ആക്ഷേപം പോലും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന് അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരെങ്കിലും ഉണ്ടെന്ന് വെക്കാം. പക്ഷെ ഇതിൽ അതുപോലുമില്ല. എല്ലാവരും 100% അംഗീകരിച്ചു പോകുന്ന ഹദീസാണ് അജബാക്കാരക്കുമായി ബന്ധപ്പെട്ട ഹദീസ്. എന്താ മർക്കസ് ആശയം പറയട്ടെ, അവർ കേൾക്കാൻ നമുക്കറിയാലോ സിഹറിനെ കുറിച്ച്. മാരണം അല്ലേ, സുമ്മ് വിഷമാണ്. അപ്പം മാരണം ബാധിക്കാതിരിക്കാൻ 7 അജുവാക്കാരൊക്കെ തിന്നാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു അത്രേ. എന്നിട്ട് അതേ പ്രവാചകന് തന്നെ എന്തും ചെയ്തു, മാരണം ബാധിച്ചും ചെയ്തു. അപ്പോൾ തന്നെ അതിൻ്റെ ആ മത്തിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന്, ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തിയില്ല. കാരണം മാരണം ബാധിക്കൂല, അത് ഷിർക്കാണ്, ഷിർക്കിന് ഫലമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. അപ്പോൾ കണ്ടു എന്താ പറഞ്ഞത്? ഈ ഹദീസ് സ്വീകാര്യമല്ല, നിരൂപണമല്ല, ഇന്ന കിതാബിലുണ്ട് എന്നല്ല, ഇന്ന മുഹദ്ദിസ് പറഞ്ഞു എന്നല്ല. നേരെ മറിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത്? യുക്തിയാണ്. എന്താ? നബിയാണല്ലോ പറഞ്ഞത് ഇത് കഴിച്ചാൽ മാരണം ബാധിക്കൂല, ആ നബിക്ക് മാരണം ബാധിച്ചു എന്നല്ലേ ഇവർ പറയണത്. അപ്പോൾ മനസ്സിലാക്കുക ഹദീസ് ശരിയല്ല എന്ന്. നബി തങ്ങൾ എന്തെല്ലാം ചികിത്സ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ചികിത്സ. പനി ബാധിച്ചാൽ എന്തു ചെയ്യണം ഹദീസിലുണ്ട്. വേറെ ഹദീസ് കാണാം നബി തങ്ങൾക്ക് പനി ബാധിച്ചു, ആഹാ അപ്പം ഈ ഹദീസ് ശരിയല്ല എന്ന് പറയോ? സഹോദരങ്ങൾ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ നബി തങ്ങൾ ചികിത്സാ രീതികൾ, വ്യത്യസ്തമായ ചികിത്സകൾ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തിബ്ബുൻ നബവി, നബിയുടെ ചികിത്സ എന്ന ഹദീസ് ഗ്രന്ഥങ്ങളെ വിശാലമായ ഏരിയ തന്നെയാണ്. അതിൽ മാത്രം കിതാബ് എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇതിൽ മാത്രം കിതാബ് എഴുതിയവരാണ്. ഏത് ഹദീസ് ഗ്രന്ഥത്തിലും കാണാം നബിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ച ഭാഗങ്ങൾ. അതൊക്കെ തള്ളാൻ ഇത്തരം യുക്തി കൊണ്ട് ആകുമോ? സഹോദരങ്ങളെ, ഇത് നിരൂപണമല്ല, വ്യക്തമായ നിഷേധമാണ്. ഇനി മറ്റൊന്ന് നോക്കാം. കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകൾ കൊണ്ടും 100ഓളം ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതും മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്നതുമാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട കാര്യം. അതിൻ്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ പലതുണ്ട്. ആ അന്ധവിശ്വാസങ്ങൾ എതിർക്കുക എന്നല്ലാതെ സ്ഥിരപ്പെട്ടത് എതിർക്കാൻ നിർവാഹമില്ല. എന്നാൽ അതിനെ ഒരു മനുഷ്യൻ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ വിമർശിക്കുന്ന ശൈലി നോക്കൂ നിങ്ങൾ. ഇനി നോക്കൂ ഹദീസിന്റെ മത്തിന്, അത് അതിലേറെ രസകരം. ശരിക്ക് കണ്ണേറ് ബാധിച്ചവൻ എന്നർത്ഥം കിട്ടണമെങ്കിൽ മഴയൂൻ എന്ന് പറയണം. പക്ഷെ ഇതിൽ പറയുന്നത് മഴീന്ന. മഴി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം, അതാണല്ലോ. എന്ന് സൂറത്തുൽ പിന്നെ ഈ തബാറക്കയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. മായും മഴീൻ, ഒന്നുകിൽ മഴി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം എന്നർത്ഥം, അല്ലെങ്കിൽ മൊഴീൻ. ഇനി മൊഴി എന്ന് വായിക്കുകയാണെങ്കിൽ തന്നെ സഹായിക്കുന്നവൻ, കണ്ണേറ് തട്ടിയവൻ. അപ്പൊ എന്താ പറഞ്ഞത്? ഹദീസ് പറഞ്ഞ വാചകം ശരിയല്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. എന്താ പ്രശ്നം? മഴീൻ എന്നുള്ളത് കണ്ണേറ് ബാധിച്ചാക്ക് മഴയൂൻ എന്നാ പറയണത്. വലിയ വിവരാപ്പതി മുപ്പക്ക് ആകെ മഴീൻ വരുന്ന അർത്ഥം ശുദ്ധമായ വെള്ളം എന്ന് മാത്രം. ഏതെങ്കിലും ഒരു അറബി ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ മതി. അറബി ഭാഷയുടെ ഏതെങ്കിലും ഡിക്ഷണറിയിൽ ഈ ഒരു ലഫ്ലുമായി ബന്ധപ്പെട്ട ചർച്ച എടുത്തോക്കാണ്. അവിടെ കാണാം മഴീൻ എന്ന വാക്കിന് ഏതാണ്ട് 15-20 അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഏത് ഡിക്ഷണറിയിൽ പോയി തപ്പിയാലും കാണുന്ന അർത്ഥമാണ് മഴീൻ എന്ന് പറഞ്ഞാൽ മൻ അസ്വാബഹുൽ ഐനു. മൻ അസ്വാബഹുൽ ഐനു, ഐനു ബാധിച്ചവൻ എന്നർത്ഥം മഴീനുണ്ട്. അല്ലാതെ മഴീൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം എന്ന് മാത്രം തന്നെ മൂപ്പര് കണ്ടുപിടുത്ത. അതുകൊണ്ട് അങ്ങനെ ഒരു ആ ഭാഷാപരമായ തെറ്റുണ്ട്. അവിടെ ഈ ഹദീസ് സ്വീകാര്യമല്ല. സഹോദരന്മാരെ, 100ഓളം ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നത്. 100ഓളം ഹദീസ് സ്ഥിരപ്പെട്ട വിഷയമാണ്. ബുഖാരി, മുസ്ലിം അടക്കം എല്ലാവരും ഉദ്ധരിച്ച റിപ്പോർട്ടർ ഈ വിഷയത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ 1-ലേറെ ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചനയുണ്ട്. അമാനി മൗലവി പോലും ഖുർആൻ പരിഭാഷയിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിന് റിപ്പോർട്ടർ ഒരാളുണ്ട്, ലഹു ഔഹാമുൻ എന്ന കിതാബിലുണ്ട്. ആ കിതാബിൽ തന്നെ ഉണ്ട് ഈ ഹദീസ് സ്വഹീഹ എന്നുള്ളത്. അത് നോക്കൂല.
എന്നിട്ട് നിരൂപണത്തിന്റെ പേരും പറഞ്ഞ് നിഷേധവുമായി കടന്നു വരുന്നു. ഇവിടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വിശുദ്ധ ഖുർആനിലെ ഒന്നിലേറെ ആയത്തുകൾ കൊണ്ടും 100ഓളം എന്ന ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട ഈ വിഷയം, കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം, ഇത് ശരിയല്ലെന്ന് പറഞ്ഞ, ഇത് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചത് വാറോല എന്നാണ്. ആ നിലയ്ക്ക് പ്രയോഗിച്ച അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? ഒരു മുൻഗാമിയെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വക വിഷയങ്ങളിൽ നിഷേധങ്ങളുമായി വരുമ്പോൾ ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇതിൽ മുൻഗാമികളൊന്നുമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ പറയാണ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില മനുഷ്യന്മാർ ചോദിക്കും, ഇത് മുൻഗാമികളെ ഞാൻ പറഞ്ഞേക്കണോ എന്നാ. അതിന് മറുപടി മുമ്പിൽ പറയട്ടെ. അപ്പൊ പലരും ചോദിക്കും, ഈ ഹദീസ് മൗദൂആണ് അല്ലെങ്കിൽ ദഈഫാണ് എന്ന് മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. മുൻഗാമികൾ പറഞ്ഞുകൊള്ളുന്നില്ല. ഹദീസിന്റെ ഉസൂല് പഠിച്ചാൽ മതി, ഹദീസിന്റെ നിദാനം പഠിച്ചാൽ മതി, അപ്പോൾ നമുക്കതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതുപോലെ കണ്ടങ്ങൾ മുൻഗാമികൾ പറയണമെന്നില്ല, കാരണം ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഈ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചവർ, അത് കൈകാര്യം ചെയ്തവർ, ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ചവർ, അവരാരും പറയാത്ത, അഹ്ലുസുന്നയുടെ ഒരു ഇമാമും പറയാത്ത ഒരു പുതിയ ആശയം കൊണ്ടുവരികയും ഇത് എവിടെ നിന്ന് കിട്ടി, ഏത് കിതാബിലുണ്ട്, ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് മുൻഗാമികൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉസൂൽ ഹദീസ് പഠിച്ചാൽ മതി. എന്നാൽ അത് പഠിച്ചേക്കണോ? അതുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ അർഹതയില്ല. അപ്പം ഈ ചികിത്സിക്കാൻ MBBS ഒന്നും വേണ്ട, സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഞാൻ 2 ബുക്ക് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയിടാന്നല്ലാതെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ആരോഗ്യം നശിക്കുമ്പോൾ. സഹോദരങ്ങളെ, ഈ നിലക്കുള്ള അപകടത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം നിഷേധങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വാക്കുകൂടി പറയാം, ഫഅബ്തല ത്വായിഫത്തുൻ മിമ്മൻ ഖല്ല നസീബുഹും മിനസ് സംഇ വൽ അഖ്ലി അംറൽ ഐനി. അല്ലാഹുവിന്റെ ദീൻ പഠിച്ചിട്ടില്ലാത്ത, ബുദ്ധിയില്ലാത്ത ചില സംഘങ്ങളിലാ ഇപ്പോൾ ധൈര്യം കാണിച്ചിരിക്കുന്നു ഈ ഐനിന്റെ കാര്യം, കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യം ശരിയല്ലെന്ന് പറയാൻ. അവർ പറയുന്നു, ഇന്നമാദാലിക ഔഹാമുൻ ലാ ഹഖീഖത ലഹാ, ഇത് ചില തോന്നലുകൾ മാത്രമാണ്, യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നു. വഹാഉലായി മിൻ അജ്ഹലിൻ നാസ്, ഈ പറയുന്ന ആളുകൾ ജനങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ ജാഹിരീങ്ങളാകുന്നുവെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അന്ന് എഴുതി വെക്കുകയാണ്. സഹോദരങ്ങളെ, നബി തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങളെ ഈ നിലയ്ക്ക് തള്ളാൻ തുടങ്ങിയാൽ ഷഹാദത്തിനെയാണ് അത് ബാധിക്കുക എന്ന ജാബിർ റഹ്മാനിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ശ്രദ്ധിക്കുക. ഇനി ഹദീസിനെ നിഷേധിച്ചിട്ടുള്ള ഒരാളുടെ സ്ഥാനം ഇസ്ലാമികപരമായി എവിടെയാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന സാക്ഷ്യവചനത്തിന് എതിരായിട്ടാണ് ഹദീസ് നിഷേധം കടന്നു വരുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഭാഗത്തെയാണ് അവർ നിഷേധിക്കുന്നത്. അതെ, ഷഹാദത്തിനാണ് ബാധിക്കുന്നത്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിനെയാണ് നിഷേധം വഴി ചെന്ന് ബാധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. 4ാമത്തെ ചോദ്യത്തോട് അവസാനിപ്പിക്കട്ടെ. ജാബിർ റഹ്മാനി പറഞ്ഞ ഈ തത്വപ്രകാരം നിങ്ങളുടെ ഷഹാദത്ത് പൂർണ്ണമാണോ? നിങ്ങളുടെ ഷഹാദത്ത് പൂർണ്ണമാണോ? മറുപടി കേൾക്കാൻ അത് ആഗ്രഹമുണ്ട്, കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.